വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ കേരള സർക്കാരിനെയും കേരളത്തിലെ ജനങ്ങളെയും കേരളത്തെയും കൂടുതൽ വലിച്ചു മുറുക്കാനുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ നീക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദ ന്യൂസ് മിനിറ്റ് എന്ന പോർട്ടൽ വിട്ടിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് വാർത്തയായി കഴിഞ്ഞു. അതായത് കേരള സർക്കാരിനെതിരെ പരിസ്ഥിതി ശാസ്ത്രജ്ഞരെ കൊണ്ട് ലേഖനങ്ങൾ മാധ്യമങ്ങളിൽ എഴുതിക്കാനും മാധ്യമങ്ങളിൽ വന്നിരുന്ന് പറയാനും ഒരു അജണ്ട സെറ്റ് ചെയ്തു. കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ബ്യൂറോയും PIBയും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവും ഒക്കെ ചേർന്നുകൊണ്ട് അങ്ങനെ ചില പരിസ്ഥിതി ശാസ്ത്രജ്ഞരെ ബന്ധപ്പെട്ടു. ഇങ്ങനെ ലേഖനങ്ങൾ എഴുതണം, മാധ്യമങ്ങളിൽ വന്ന് സംസാരിക്കണം. പലരും അതിന് തയ്യാറായില്ല. അതാണ് ദ ന്യൂസ് മിനിറ്റിൻ്റെ റിപ്പോർട്ട്. അത് വലിയ ചർച്ചയായി കഴിഞ്ഞു. ഇതിന് തൊട്ട് മുമ്പ് അതിനൊരു ഓരോന്നിൻ്റെ സീക്വൻസ് നോക്കിയാൽ അതിന് തൊട്ട് മുമ്പ് കുറേ ദിവസങ്ങൾക്ക് മുമ്പാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ പറയുന്നത്, പാർലമെൻറ്റിൽ കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. എന്നിട്ടും കേരള സർക്കാർ നടപടി സ്വീകരിച്ചില്ല. അതിനെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊളിച്ചെടുക്കി വാർത്താ സമ്മേളനത്തിൽ. ഈ ദുരന്തം ഉണ്ടായ മേഖലയിൽ തീവ്രമഴയുടെയോ റെഡ് അലേർട്ടോ ഇങ്ങനെയുള്ള ഒരു മുന്നറിയിപ്പും കേന്ദ്ര ഏജൻസികൾ, കാലാവസ്ഥാ ഏജൻസിയോ തന്നിട്ടില്ല. സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് പാർലമെന്റിൽ പറഞ്ഞത്. ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്, കേന്ദ്രത്തിന്റെ കയ്യിലാണല്ലോ കാലാവസ്ഥാ വകുപ്പ്, റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു മേഖലയിൽ. ആലോചിക്കണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഒന്ന്, അമിത്ഷായുടെ അത് പൊളിഞ്ഞു പോയി, അത് സത്യമല്ലെന്ന് ജനങ്ങൾ മനസ്സിലാക്കുക, അമിത്ഷായുടെ അവകാശം. അപ്പോഴാണ് കേന്ദ്ര സർക്കാർ ശാസ്ത്രജ്ഞരെ സ്വാധീനിച്ചിട്ട് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊരു കാമ്പയിൻ നടത്താൻ തീരുമാനിച്ചത്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് നമ്മൾ ആലോചിക്കുക. ഇവിടെ ദുരന്തത്തിൽ ഇനിയും ആൾക്കാരെ കിട്ടാൻ ബാക്കി കിടക്കുകയാണ്. കാണാമറയത്ത്, മണ്ണിനടിയിലോ എവിടെയോ അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ ഓരോ രീതിയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കേന്ദ്രം കാണിക്കുന്ന വ്യഗ്രത, അതിൽ ഒരു വളരെ വലിയ ഒരു മനുഷ്യത്വ ഇല്ലായ്മയുണ്ട് എന്നുള്ളത് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കണം. ഇനി കേരളം എന്താണ്? കേരളത്തിലെ 3.5 കോടി മലയാളികൾ എന്ത് ചെയ്യണം? ഒരു മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പൊക്കി പിടിച്ചിട്ട് ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളും ഇവിടുന്ന് മാറി താമസിക്കണം. പറഞ്ഞു വരുമ്പോൾ മാറി താമസിക്കണം. അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും ഞങ്ങളിപ്പോൾ ബോധ്യപ്പെടുത്താം. ഈ 3.5 കോടി മലയാളിയും കേരളത്തിൽ നിന്ന് മാറിപ്പോകേണ്ടി വരും. കാരണം കേരളം ഒരു തുരുത്താണ്. 600 കിലോമീറ്ററോളം ദൂരം വരുന്ന പശ്ചിമഘട്ടം, ഇടനാട്, പിന്നെ തീരപ്രദേശം ഉൾപ്പെടുന്ന നീളം കൂടുതലും വീതി, എയർ ഡിസ്റ്റൻസ്, ആകാശദൂരം പറഞ്ഞാൽ ഒരു 25 മുതൽ 35 വരെ കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കടൽ തീരവും പശ്ചിമഘട്ട മലനിരകളും തമ്മിൽ. അതായത് വയനാടും കോഴിക്കോട്ടെ കടലും തമ്മിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇടുക്കിയും എറണാകുളത്തെ കടലും തമ്മിൽ, അതുപോലെ പത്തനംതിട്ടയും ആലപ്പുഴയിലെയും കടലും തമ്മിൽ, അല്ലെ പാലക്കാടും അവിടുത്തെ കടലും തമ്മിൽ, തീരത്തിൻ്റെ കടലും തമ്മിൽ ഇത്ര ദൂരമേ ഉള്ളൂ. അപ്പോൾ പിന്നെ വളരെ സ്റ്റീപ്പായിട്ടുള്ള 30 ഡിഗ്രിയിലധികം ചെരിവുള്ള ഒട്ടേറെ പ്രദേശങ്ങൾ ഈ പറയുന്ന വനമേഖലയിലുണ്ട്. അപ്പം ഒരു പേമാരി പെയ്താൽ അതിതീവ്രവും തീവ്ര മഴയും പെയ്താൽ ഈ വെള്ളം പെട്ടെന്ന് ഒലിച്ചിങ്ങെത്തും. ഇപ്പം തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ നിന്ന് പൊന്മുടിയിലെത്താൻ 40 കിലോമീറ്റർ ഉള്ളൂ റോഡ് മാർഗം. എയർ ഡിസ്റ്റൻസ് ആകാശദൂരം ഏതാണ്ട് അതിൻ്റെ പകുതിയേ വരുള്ളൂ. ഇത് ഹെയർപിൻ വളവ് കയറി പോകുന്ന ദൂരമാണ് 40 കിലോമീറ്റർ. പൊന്മുടിയുടെ തുടക്കത്തിൻ്റെ അവിടെ മലനിരകൾ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. അതുപോലെ ആലപ്പുഴയിൽ നിന്ന് പത്തനംതിട്ടയുടെ ഗവി വനത്തിലെത്താൻ ഇതേപോലെ ഇത്ര ദൂരമൊക്കെ പോയാൽ മതി. അപ്പം മഴ പെയ്താൽ ഇത് പെട്ടെന്ന് ഒലിച്ചു വരും. അപ്പോൾ ഉരുൾപൊട്ടലുണ്ടാവും. അപ്പോൾ ഇടനാട്, അതായത് ഈ സമതല പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവും. പിന്നെ കടലാക്രമണം വരുമ്പം കടലിൽ നിന്നുള്ള തള്ളല്, അത് തീരങ്ങളിൽ പ്രകൃതി മാറുമ്പോൾ അതിൻ്റെതായ ദുരന്തങ്ങൾ കൂടും, അതിൻ്റെ വ്യാപ്തി കൂടും. അപ്പൊ ഇങ്ങനെ പറയുമ്പം മാധവ് ഗാഡ്ഗിലും ഈ കുറെ ശാസ്ത്രജ്ഞരും പറയുന്ന അതനുസരിക്കാൻ പോയാൽ കേരളത്തിൻ്റെ ഏത് മേഖലയും അതിലോലമാണ്. തീരവും ഇടനാടും
മലനാടും ഉൾപ്പെടെ, മലയോര മേഖല ഉൾപ്പെടെ. അപ്പം മലയോര മേഖലയിൽ കൃഷി ചെയ്യാൻ പാടില്ല, ചരിവ് തൂക്കം കൂടുതലാണ്, ചരിവാണ്, കൃഷി ചെയ്യാൻ പാടില്ല, പരിസ്ഥിതി ലോല മേഖലയാണ്. ഇടനാട്ടിൽ വെള്ളം പോകും, അതുകൊണ്ട് അവിടെ താമസിക്കാൻ പറ്റത്തില്ല, അവിടെ നിന്ന് മാറി താമസിക്കണം. തീരപ്രദേശത്ത് കടലെടുക്കുന്നു തീരങ്ങൾ. കുറച്ച് 2-3 വർഷം മുമ്പ് ശംഖുമുഖം ഒലിച്ചു പോയി. പക്ഷെ അതേ കടൽ ആ ശംഖുമുഖം തിരിച്ചു കൊണ്ടുവന്നു. വന്നതോടുകൂടി വിഴിഞ്ഞം വരുന്നത് കൊണ്ടാണ്, വിഴിഞ്ഞം തുറമുഖ പദ്ധതി വരുന്നത് കൊണ്ടാണ് കടലാക്രമണം കൂടിയെന്നുള്ള ആ തിയറി പൊളിച്ചടുക്കി. ഇപ്പം ആരും പറയുന്നില്ല. കാരണം വിഴിഞ്ഞത്ത് തുറമുഖം വരുന്നതിൻ്റെ യാതൊരു ഇമ്പാക്റ്റും ശംഖുമുഖത്തില്ല. പക്ഷെ ശംഖുമുഖം കടലെടുത്തു. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പ് അന്നുണ്ടായ ഒരു വലിയ ഭൂകമ്പത്തിലാണ് ഒരു സുനാമി ഉണ്ടാകുകയും കടലിനോട് ചേർന്ന് വലിയൊരു ഭൂകമ്പം കേരള തീരത്തുണ്ടായി. 500 കൊല്ലം മുമ്പ് വൻ സുനാമി ഉണ്ടായിട്ടാണ് അന്നത്തെ ഏറ്റവും പ്രധാന തുറമുഖ പട്ടണമായ അന്നത്തെ മുസൂറീസ്, ഇന്നത്തെ കൊടുങ്ങല്ലൂര് നശിച്ചു പോവുകയും കൊച്ചി ചതുപ്പ് ഉയർന്നു വരികയും ചെയ്തു. കുട്ടനാട് ഉൾപ്പെടെ കടലിനടിയിൽ നിന്ന് ഉയർന്നു വന്ന പ്രദേശമാണ്. അപ്പോൾ ലോകത്ത് 2 സ്ഥലങ്ങളെ കടൽ നിരപ്പിൽ നിന്ന് താഴെ ജനവാസമുള്ള മേഖലകളുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ഒന്ന് നെതർലൻഡ്സ് അഥവാ ഹോളണ്ട്, 2 കുട്ടനാട്. ഇത് രണ്ടും ഒരു ചരുവം പോലെയാണ്, അല്ലെ ഒരു ചെമ്പ് പോലെയാണ്, അല്ലെ ഒരു ഉരുളി പോലെയാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? അതിൻ്റെ വശങ്ങളെല്ലാം ഉയർന്നിരിക്കും. അതിൻ്റെ നടുക്കാണല്ലോ നമ്മൾ എന്തെങ്കിലും അതിനകത്ത് പാചകം ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ കുട്ടനാട് ഒരു ചെമ്പാണ്. അതിൻ്റെ ഷേപ്പ്, നെതർലൻഡ്സിൻ്റെ ഷേപ്പ് ഒരു ചെമ്പാണ്. ചുറ്റും ഉയർന്നു നിന്നിട്ട് നടുക്ക് കടൽ നിരപ്പിൽ നിന്ന് താഴെയാണ് കുട്ടനാടും നെതർലൻഡ്സ്, അല്ലെ ഹോളണ്ട്. അപ്പോൾ ഈ കടലിനെ തടഞ്ഞു നിർത്തുന്നത് ഈ ഉയർന്നു വന്ന ഈ ഒരു സംവിധാനമാണ്. കുട്ടനാട്ടിലും അത് തന്നെയാണ്. അപ്പൊ ഇടയ്ക്ക് അവിടെ ഒരു പ്രശ്നം വന്നാൽ കടൽ ജലം ഇങ്ങോട്ട് കയറും. അപ്പൊ ഈ കായലിലെ, വേമ്പനാട്ട് കായലിലെ ജലം കടലിലേക്ക് ഒഴുകിപ്പോകണം, അല്ലെ വേലിയേറ്റം വരുമ്പോൾ കടൽ ജലം ഇങ്ങോട്ട് കയറി വരും. ഇതിനോട് പൊരുതിയാണ് നൂറ്റാണ്ടുകളായിട്ട് കുട്ടനാട്ടിലും നെതർലൻഡ്സിലുമൊക്കെ കടൽ നിരപ്പിന് അടിയിൽ ആൾക്കാർ താമസിക്കുന്നത്. എത്രയോ വീടുകൾ, കൃഷിയിടങ്ങൾ, പട്ടണങ്ങൾ. ഇതൊക്കെ മറന്നുകൊണ്ടിട്ട് നമ്മൾ സംസാരിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ കുട്ടനാടിലും ഭീഷണിയുണ്ട്. ഇടനാട് എന്ന് പറയുന്നതിൽ പെടുന്നാടിലെ കുട്ടനാട് ഭീഷണിയുണ്ട്. തീരപ്രദേശത്ത് ഭീഷണിയുണ്ട്. പല തീരങ്ങളും കടലെടുക്കുന്നുണ്ട്. ഇപ്പം ചെറായി ബീച്ച് കടലെടുത്തു. ഇതൊക്കെ ലോകത്തുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഭാഗമായും ആഗോളതാപനത്തിൻ്റെ ഭാഗമായും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് വിഴിഞ്ഞം തുറമുഖം വന്നതുകൊണ്ടോ, അല്ലെങ്കിൽ വേറൊരു പദ്ധതി വന്നതുകൊണ്ടോ, അല്ലേ ചില ക്വാറികൾ പിന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടോ, അതിൻ്റെ ഇമ്പാക്റ്റ് മറ്റേതുമായിട്ട് താരതമ്യം വളരെ കുറവാണ്. അപ്പോൾ ഇതിനെല്ലാം കാരണം ക്വാറികളാണ്, അല്ലെ വിഴിഞ്ഞം തുറമുഖമാണ്, അല്ലെ കൃഷിയാണ്, മലയോര മേഖലയിലെ കൃഷിയാണ്, അല്ലെ കുട്ടനാട്ടിൽ നിങ്ങൾ വീട് വെച്ച് താമസിക്കുന്നത് ശരിയല്ല. പറഞ്ഞു വരുമ്പം കേരളത്തിൽ ഒരു സ്ഥലത്തും മലയാളിക്ക് വീട് വെച്ച് താമസിക്കാൻ പറ്റില്ല എന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ വാദം. അപ്പം ഈ 3.5 കോടി മലയാളികൾ ഇവിടേക്ക് പോകണം. ജീവിക്കണ്ടേ, മനുഷ്യന് ജീവിക്കണ്ടേ? എന്നിട്ട് ഇതിനെ മുതലെടുക്കാൻ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ, BJP സർക്കാർ ഉൾപ്പെടെ ശ്രമിക്കുന്ന കാഴ്ചകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം രാജ്യം ഭരിക്കുന്ന, അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന് മേൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുക. അവരുടെ ദുരിതാശ്വാസ പ്രവർത്തനത്തെ സഹായിക്കേണ്ടതിന് പകരം അതിനിട്ട് പാരപണിയാൻ നോക്കുക. അത്ര മോശമായ ഒരു അവസ്ഥയാണെന്ന് ആലോചിക്കണം. ഈ ഗാഡ്ഗിലിന് പരിസ്ഥിതിയോട് ഭയങ്കര സ്നേഹമാണ്, മാധവ് ഗാഡ്ഗിലിന്. പക്ഷെ മനുഷ്യനോട് സ്നേഹം വരുന്ന ഒരു വാക്കും ഈ ശാസ്ത്രജ്ഞൻ ഇതുവരെ പറഞ്ഞായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ പറയുക. പുള്ളിക്ക് പരിസ്ഥിതിയോട് പ്രേമമാണ്. ആയിക്കോട്ടെ. പിന്നെ അദ്ദേഹത്തിന് കുറേ ശിഷ്യന്മാരുണ്ട്. ഈ ദുരന്തം വരുമ്പോൾ ഞാഞ്ഞൂലുകളും തലപൊക്കുന്ന പോലെ കുറേ പരിസ്ഥിതി പ്രവർത്തകരും തലപൊക്കിയിട്ടുണ്ട്. ഈ വാദിക്കുന്ന ഇവർക്ക് പോലും ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതിലോല മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരും. അപ്പോൾ കേരളം പിന്നെ എന്ത് ചെയ്യണം? കേരളത്തിലെ ജനങ്ങൾ എന്ത് ചെയ്യണം? 3.5 കോടി ജനങ്ങൾ എന്ത് ചെയ്യണം? ഈ ജീവിക്കണ്ടേ ഇവിടെ മനുഷ്യന്? അപ്പം പ്രകൃതി ദുരന്തങ്ങളെ എങ്ങനെ നേരിടണം, ദുരന്ത നിവാരണത്തിന് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം,
3, തയ്യാറെടുപ്പുകൾ. നമ്മൾ എവിടെ ജീവിച്ചാലും നമുക്ക് മേലൊരു ദുരന്തം വരും എന്നുള്ള ബോധം, മുൻകൂർ ബോധം നമുക്ക് വേണം. അതും മലയോര മേഖലയിൽ താമസിച്ചാലും ഇടനാട്ടിൽ താമസിച്ചാലും തീരദേശ മേഖലയിൽ കടലിനോട് ചേർന്ന് താമസിച്ചാലും ഏത് സമയവും നമ്മളെ തേടിയൊരു ദുരന്തം വരുമെന്നും കരുതൽ വേണമെന്നുള്ളൊരു ഭാവി ചിന്തയോട് കൂടി മാത്രമേ കേരളത്തിൽ ജീവിക്കാനാവൂ. കാരണം കേരളത്തിൻ്റെ ഭൂപ്രകൃതി അങ്ങനെയാണ്. ഇവിടുത്തെ ജനങ്ങളെല്ലാം എവിടെ പോകാൻ പറ്റും? ഇതൊരു വലിയ ചോദ്യമാണ്. അതിന് ഉത്തരം നമ്മൾ തന്നെ കണ്ടെത്തണം. അല്ലാതെ സർക്കാരുകളെ പഴിച്ചിട്ടോ മറ്റുള്ളവരെ പഴിച്ചിട്ടോ കാര്യമില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. ലോകം മാറുന്നു, കേരളം മാറുന്നു. ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാതെ ഏത് ഗവൺമെന്റ് വന്നിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുൻകരുതൽ ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ദുരന്തങ്ങൾ എപ്പോഴും നമ്മുടെ തൊട്ടപ്പുറത്ത് നിൽപ്പുണ്ട്. അതേത് സമയം കടന്നു വരും എന്നുള്ളൊരു ബോധത്തോടു കൂടി വേണം ഓരോ മലയാളിയും ഇനി ജീവിക്കേണ്ടത്. അതാണ് സത്യം.